ഹസ്ബൻഡിന് ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. അദ്ദേഹത്തിന് പരിചരിച്ച് ഇവിടെയായിരുന്നു ട്രീറ്റ്മെന്റ് ഒക്കെ. പരിചരിച്ച് എന്റെ അസുഖമൊന്നും ഞാൻ ശ്രദ്ധിക്കാതായി. അപ്പൊ എനിക്ക് മോഷൻ പോകുന്നതിന് പ്രശ്നമുണ്ടായിരുന്നു, ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. കുറെ നാൾക്ക് ശേഷമാണ് കമ്പൽസറി ആയിട്ട് എന്റെ വീട്ടിലിരിക്കുന്ന സെർവന്റിനെയും കൂട്ടി പോയത്. എന്റെ പിള്ളേര് ഇവിടെ അല്ല, എറണാകുളത്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അവരും എന്റെ ഹസ്ബൻഡും വന്നായിരുന്നു. ഹസ്ബൻഡിന് ഇപ്പൊ വയ്യ, എന്നാലും ഞാൻ അന്ന് കൊണ്ട് കാണിച്ച് അത് കഴിഞ്ഞിട്ട് ഇവിടെ സർജറി ഇവിടെ ചെയ്യാൻ എന്റെ പിള്ളേർ പറഞ്ഞുകൊണ്ടാണ്. സാറ് നല്ല സർജനാണ്, അങ്ങനെയാണ് ഇവിടെ വന്നത്. അങ്ങനെ സാറിന്റെ ഇതിൽ എനിക്ക് കംപ്ലീറ്റ് ഒരു ആശ്വാസമായി. വളരെ ബുദ്ധിമുട്ടാണ്, അതെല്ലാം കൊണ്ട് നടന്നു പോനെ. സത്യം പറഞ്ഞാൽ അത്ര പ്രയാസപ്പെട്ടു. ഇത് സാറെ കൊണ്ട് കാണിച്ചപ്പോ സാറത് ഒരു നിസ്സാരം പോലെയാണ് പറഞ്ഞത്. സാറ് പറഞ്ഞു അത് എന്താ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. സാറിന്റെ ആ വിൽപ്പവറും ഞങ്ങൾക്ക് സാറിനോടുള്ള വിശ്വാസവും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 12 ദിവസം ഇവിടെ കിടന്നു. 12 ദിവസം കിടന്നിട്ട് അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. കൊളോണോസ്കോപ്പി ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കത് വളരെ പ്രയാസം. കാരണം 2 ഗ്രോത്താണ് ഉണ്ടായിരുന്നത്. അതിന്റെ കൂടെ ഈ കൊളോണോസ്കോപ്പി ചെയ്യുന്ന വെച്ചാൽ ഫസ്റ്റ് അനുഭവമാണ്. എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അവിടെയാണ് ചെയ്തത്, ഗോകുലത്തിൽ. അതിന്റെ റിസൾട്ടും കൊണ്ട് കാണിച്ച് സാറ് ചെയ്തു. പിന്നെ എനിക്ക് 12 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് കുറെ റെസ്റ്റൊക്കെ എടുത്തല്ലാതെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ കീമോ എടുത്തിട്ട് 3-4 ആയപ്പോൾ എനിക്ക് വലിയൊരു പ്രശ്നമായിരുന്നു. കാരണം ഛർദിലിനുള്ള മരുന്നൊന്നും കഴിക്കാതെയൊക്കെ ഇരിക്കുന്നു. പിന്നെ വന്നു 2 ദിവസം ഇവിടെ അഡ്മിറ്റായി. അത് ശരിയായി. സാറുമായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാൻ പോലെ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ. സത്യം പറയുന്നത് എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു ദൈവത്തിന്റെ കരസ്പർശം എന്ന് പറയുന്നില്ലേ, അതാണ് സത്യം.